എന്നെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു പത്രവാർത്ത. പവർഫുൾ റിലേഷൻ കീപ്പ് ചെയ്യേണ്ട രണ്ട് അയൽവാസികൾ തങ്ങളുടെ അതിർത്തിയിലുള്ള ഒരു തെങ്ങിൻ്റെ പേരിൽ കേസുമായി കോടതിയിലെത്തിയിരിക്കുകയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കുക എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി അവരെ താക്കീത് ചെയ്തത്. ഇത് കണ്ട് തെങ്ങിന് ചിരിക്കാൻ സാധിക്കുമെങ്കിൽ ചിരിക്കുമെന്നും സ്വയം ആത്മഹത്യ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞു. മാത്രമല്ല, ചായ കുടിച്ച് ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ട നിസ്സാരമായൊരു പ്രശ്നമാണിതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. നിന്റെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല. നിന്റെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അയൽവാസിയുമായിട്ട് അല്പം വെള്ളമൊഴിച്ചിട്ടാണെങ്കിൽ പോലും ഷെയർ ചെയ്യുക. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണിത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ഒരു ബന്ധമെന്നുള്ളത്. ഞാനും നിങ്ങളുമൊക്കെ ഓരോരുത്തരുടെ അയൽവാസികളാണ്. എന്താണ് നമുക്ക് അവരുമായിട്ടുള്ള ബന്ധമെന്ന് ഒന്ന് പരിശോധിക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് പറഞ്ഞു തീർക്കുക. കാരണം ദൂരെയുള്ള ബന്ധുക്കളെക്കാൾ എത്രയോ നല്ലതാണ് അടുത്തുള്ള ഒന്നോ രണ്ടോ അയൽവാസികൾ. ഒരു ആപത്ത് ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ഓടി വരുന്നത് അവരാണെന്നുള്ള കാര്യം മറക്കരുത്.